ഇഞ്ച് കേട്ടോ 3 ഇഞ്ചും 7.5 ഇഞ്ചും ഇതാ 7.5 ഇഞ്ച് നമ്മൾ 7.5 ഇഞ്ച് ഇങ്ങോട്ട് എടുത്തു. നമ്മൾ ഇവിടെ നിന്നും ഈ 7.5 ഇഞ്ച് ഒന്ന് കറക്റ്റ് ചെയ്തിടണേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അളവില്ലേ, ഇവിടുത്തെ അളവ് കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ 7.5 ഇഞ്ച് മൊത്തം ഇടണത്. ഉണ്ടാകും ഇവിടെ നിന്ന് ആ മൊത്തം ഒന്ന് ഇങ്ങനെ നോക്കണേ, ഈ അളവ് കേട്ടോ. ഇവിടെ നിന്നിട്ട് ഇവിടെ നേരെ നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് അളവ് കിട്ടും. നമ്മൾ 3 ഇഞ്ച് കഴുത്തെടുത്തില്ലേ, 3 ഇഞ്ച് നമുക്ക് ഇറക്കം എടുത്തു. കോളറായ കാരണം നമുക്കിവിടെ 1 ഇഞ്ചാണ് നമ്മൾ വെട്ടണത്. ബാക്ക് 1 ഇഞ്ച്, ഫ്രണ്ട് നമ്മൾ 3.5 ഇഞ്ച് എടുത്തു. 3.5 ഇഞ്ച് എടുത്തു കേട്ടോ ഫ്രണ്ട്. മൊത്തം കോളറായ കാരണം വെട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രമേ വെട്ടുള്ളൂ കേട്ടോ. 12 ഇഞ്ച് വണ്ണം, 12 ഇഞ്ച് എടുത്താണ്. അത് കഴിഞ്ഞ് 14 ഇഞ്ച് ഷേപ്പ് ഇറക്കം, 20 ഇഞ്ച് സ്ലിറ്റിൻ്റെ ഇറക്കം. അപ്പോൾ ഇവിടെ 12 എടുത്തു, ഇവിടെ നമ്മൾ 11.5 എടുത്തു. കാരണം വയറൊക്കെ ഉള്ള കാരണമാണ് 11.5, അല്ലെങ്കിൽ നമ്മൾ 1 ഇഞ്ചാണ് കുറയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ വയറുള്ള കാരണം 13 ഇഞ്ച് എടുത്തു. മനസ്സിലായോ? ഇനി ഇവിടെ അടിവട്ടം നമ്മൾ 14.5 എടുത്തു. നമ്മൾ ഇവിടെ കൈക്കുഴി നമ്മൾ ഇവിടെ 1 ഇഞ്ച് പിടിച്ചു, ഇവിടെ നിന്ന് 1.5 ഇഞ്ച് പിടിച്ചു. ഇവിടെ ഇതിൻ്റെ പകുതി എടുത്തു, 7.5യുടെ പകുതി എടുത്തു, ഇങ്ങോട്ട് എടുത്തു. ആ പകുതി നമ്മൾ ഇങ്ങോട്ട് എടുത്തു, ഇവിടെ എടുത്തു. നമ്മൾ ഇതിൽ നിന്ന് ഇതാ ഇങ്ങോട്ട് ഇങ്ങനെ പോകും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് പോയി, ഇവിടെ നിന്ന് ഫ്രണ്ട് ഇങ്ങോട്ട് പോയി. കണ്ടോ? അത് കഴിഞ്ഞ് ഇവിടെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തു. ഇനി അത് കട്ട് ചെയ്യാനായി നമ്മളത് വെട്ടാനായി ചെരിച്ച് വെട്ടി. കോളറിനാകുമ്പോൾ പ്രത്യേകം ഇവിടെ ചെരിച്ച് വെട്ടണം. ഇതും കഴിഞ്ഞ് നമ്മൾ കഴുത്തി കഴിഞ്ഞിട്ടാണ് കോഴിയിടുക. അപ്പോൾ നമ്മൾ ലൈനിങ് കൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യണം. നല്ല പീസ് വെട്ടാം. തുണിയില്ലേ, വീതി കുറവുള്ള തുണികളൊക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കൈക്ക് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ അടിവട്ടമാണ് നമ്മുടെ 14.5 ഇഞ്ച്. അപ്പോൾ ആ 14.5 ഇഞ്ചിൽ തന്നെ നമ്മൾ ഈ അടിവട്ടം എടുക്കുക. അപ്പോൾ നമുക്ക് ആ 14.5 ഇഞ്ചിൽ എടുത്തിട്ട് കറക്റ്റ്, ഇപ്പോൾ ഞാൻ 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്, കുറവ് വരണ്ടെന്ന് വെച്ചിട്ട് 15 ഇഞ്ച് എടുത്തു. ഈ അടിവട്ടത്തിനൊക്കെ തുണി എടുക്കുക. അപ്പോൾ അടിവട്ടത്തിൻ്റെ കണക്കിന് തുണി എടുത്തിട്ട് നമ്മൾ തുണി മടക്കിയിടുക. അപ്പോൾ ഇതേ നമുക്ക് തുണി ഇവിടെ മടക്കിയിട്ട് 15 ഇഞ്ച് അടിവട്ടം കിട്ടി. പിന്നെ ഇവിടെ നമുക്ക് നെഞ്ചുവണ്ണ ഷേപ്പൊക്കെ പോവുമല്ലോ, അപ്പോൾ അതിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കൈക്ക് ഇത്ര ബാലൻസ് വരും. മനസ്സിലായ? അപ്പോൾ ഇവിടെ നിന്ന് കൈ എടുക്കാം നമുക്ക്. അപ്പോൾ ഒരു കാര്യമുണ്ട്, 3/4 കൈയാണെങ്കിൽ നമുക്ക് ഇവിടെ പൊളി വരും. ഹാഫ് കൈ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, മുട്ട് വരെയുള്ളതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കൈ കിട്ടി. അതിനാണ് ഇപ്പോൾ ഞാൻ അടിവട്ടത്തിൻ്റെ അടുത്ത് അത്ര തുണി എടുത്തിട്ട് മടക്കിയിട്ടത്.
അപ്പോൾ നമുക്ക് എളുപ്പമായില്ലോ, എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ബാക്ക് പീസ് വെച്ചിട്ടാണ് ഇപ്പോൾ വെട്ടണത്. ലൈനിങ് ആണ് നമ്മുടെ കറക്റ്റ് അളവ്. അപ്പോൾ ബാക്ക് പീസ് വെച്ച് വെട്ടണം കണ്ട. അപ്പോൾ നമുക്ക് അവിടെ കൈക്കും കിട്ടി, എല്ലാത്തിനും കിട്ടി. ഇവിടെ ഇറക്കും കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടി. നമ്മൾ കറക്റ്റ് തന്നെ ആ അളവിൽ തന്നെ വെച്ച് നമ്മളിതേ വെട്ടണം. ഇവിടെ ഞാനൊരു സ്വല്പം കൂട്ടിയിട്ടുണ്ട്, കാരണം തയ്ക്കുമ്പോൾ ഇത്തിരി ഇത് വരണ്ടാന്ന് വെച്ചിട്ട്. നിങ്ങൾക്ക് അങ്ങോട്ടും നിങ്ങൾക്ക് തയ്ച്ചു പോകുമ്പോഴേ ഒരു സ്വല്പം 4 ഇഞ്ച് ഞാൻ കൂട്ടിയിട്ടുണ്ട്. തയ്ച്ച് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇവിടെ ഞാൻ വിട്ടിട്ടിട്ട് ഇത് ഇടണമല്ലോ, കാരണം എന്താ വെച്ചാൽ ലൈനിങ് അടിച്ചതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് കളയാവുന്നല്ലോ. ഇതങ്ങോട്ട് മാറ്റി വെച്ചേ. നമുക്ക് കണ്ട. അപ്പോൾ ഇത് ഇത്രയും പീസ് നമുക്ക് കൈ കിട്ടി. അപ്പോൾ 3/4 അങ്ങനെ നമ്മളിത് അങ്ങനെ ഇട്ടു കണ്ട. അപ്പോൾ നമുക്ക് ഇതിലിറക്കം കിട്ടി, എല്ലാം കിട്ടിയാണ്. അപ്പോൾ അതാ നമുക്ക് ഇതിൽ തന്നെ അളവെടുക്കാം. അപ്പോൾ നമുക്ക് തുണി കിട്ടി, അത്രയും കിട്ടി നമുക്ക് തുണി. ഇവിടെ നമുക്ക് പൊളി വരുന്നു മാത്രം. ഇവിടെ പൊളി വന്നാലും നമുക്ക് പ്രശ്നമില്ല. ഇവിടെ ഒരു പൈപ്പിങ് വെച്ച് കൊടുക്കുക, എന്തെങ്കിലും വെച്ച് കൊടുത്ത് മോഡലാക്കാം. കണ്ട അങ്ങനെ പൊളി വരും. ഈ പൊളി കൂട്ടി അടിച്ച് അതിൻ്റെ ഉള്ളിലൊരു പൈപ്പിങ് വെച്ച് കൊടുത്ത് അത് മോഡലാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇറക്കെടുക്കാണ്. ഇറക്കം നമുക്ക് ഇവിടെ മേലെ വേണ്ടല്ലോ. നമ്മുടെ കൈ ഇറക്കം 14.5 അതിലൂടെ ഞാൻ 1.5 ഇഞ്ച് കൂട്ടിയിട്ടാണ്. അരിയൊക്കെ എടുത്ത് നല്ല കാലം പറ്റി എടുക്കണ്ടേ. അപ്പോൾ അത് വേണ്ടാക്കാം നമുക്ക്. കൈ ഇറക്കത്തിന് 14 ഇഞ്ച് ഇറക്കെടുത്തേ. അപ്പോൾ 13 ഇഞ്ചും 1 ഇഞ്ച് ഇറക്കം മടക്കി തയ്ക്കാനുള്ളത്. അങ്ങനെ 1 ഇഞ്ചാണ് മടക്കി തയ്ക്കാൻ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ 14 ഇഞ്ച് ശരിക്കും ഇറക്കം 13 ഇഞ്ച്, അതിൽ1 ഇഞ്ച് മടക്കി തയ്ക്കാറുണ്ട്. വണ്ണെടുത്തു നമ്മൾ വണ്ണെടുത്തു. ഇഞ്ച് വണ്ണം 12ആണ്. അപ്പോൾ നമ്മൾ ഒരു 10 ഇഞ്ച് വണ്ണെടുത്തു കേട്ടോ. 10 ഇഞ്ചാണ് വന്നത്. ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് കുറച്ചു. ആ 3.5 ഇഞ്ചിന് നമ്മളിങ്ങോട്ട് ഒന്ന് ക്രോസ് വരച്ചു കൊടുക്കുന്നുണ്ട്. എളുപ്പം വെട്ടാനാണ് കേട്ടോ അത് പറഞ്ഞു തരുന്നത്. എളുപ്പമാണ് പറഞ്ഞു തരുന്നത്. ഇനി ഇതിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസ് വരച്ചു കൊടുക്കാം. ഇവിടെ 8 ഇഞ്ചാണ് ഞാൻ എടുത്തോക്കുന്നത്. അപ്പോൾ കൈ വണ്ണമുള്ള കാരണമാണ് 8 ഇഞ്ച് എടുത്തോണം. അല്ലെങ്കിൽ നമുക്ക് 5.5 6 വേണ്ടോ. വണ്ണമുള്ള കൈയായി കാരണം 8 ഇഞ്ച് എടുത്തോണം. ഇനി ഇതിൻ്റെ നീതിയാണ് നമ്മുടെ വരുന്നത് കേട്ടോ. ഇനി നീതല ഇവിടെ നിന്ന് ഇങ്ങനെ പോവാം. ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോയി. എളുപ്പത്തിൽ വെട്ടാനാണ് ഇത് പറഞ്ഞത്. ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് ഇങ്ങോട്ട് ഷേപ്പ് ചെയ്യും. അപ്പോൾ ഭംഗി കിട്ടും, കൈയിൻ്റെ ഷേപ്പ് ഭംഗി കിട്ടും. ഇനി അത് കട്ട് ചെയ്ത് തരാം. കഴിഞ്ഞു.